ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നല്ല ഒരു അടിപൊളി ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാം. അതിനുള്ള ചക്ക നന്നായി മുറിച്ചൊക്കെ വെച്ചതാണ്. ഇത് കുറച്ച് സമയമെടുക്കും ചെയ്യണമെങ്കിൽ. ഒക്കെ മുറിച്ചൊക്കെ കൊണ്ടുവന്നിട്ട് നന്നായി കുറച്ച് നേരം ഇരിക്കുന്നതാ. ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്, 2 സ്പൂണ് കാശ്മീരി മുളക് പൊടി, ഒരു സ്പൂണ് പൊടി. ഉപ്പ് പാകത്തിന് ഇട്ടാൽ മതി. ആവശ്യത്തിനനുസരിച്ച് ഉപ്പിടുക. ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക. വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളമാവുന്ന സമയത്ത് വല്ലാതൊരു വെള്ളം നിൽക്കും. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ മേലെ വിതറി കൊടുക്കുക. ഇത്രയും സാധനങ്ങൾ ഇതിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിലേക്ക് വേണ്ട പുഴുക്കിന് വേണ്ട ഒരു മുറി തേങ്ങ, ഒരു 4-5 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഒരു സ്പൂണ് ജീരകം. ഇത് ഒന്ന് ചതച്ചെടുത്താൽ മതി. തേങ്ങ ചതച്ചെടുത്തു. അത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു ഒറ്റ വിസിൽ വന്നാൽ മതി. അപ്പോഴത്തേക്ക് തന്നെ എല്ലാ ചക്കയും ഒരേപോലെ വേവില്ല കേട്ടോ. ചില ചക്ക ഒറ്റ വിസിൽ മതി. ഇത് നന്നായിട്ട് വേവുന്ന നല്ല ചക്കയുണ്ട്. ചിലത് വല്ലാതൊരു ഉറപ്പുള്ള ചക്ക ഉണ്ടാവും, അതിൻ്റെ കൂനും കുരുവിനും ഒക്കെ. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അടിപൊളി ചക്കപ്പുഴുക്ക് റെഡിയായി. ഇതിൽ ഒരു കാര്യം വിട്ടുപോയി. എന്താ വെച്ചാൽ തേങ്ങ, ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില, കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർക്കണം കേട്ടോ. അത് വിട്ടുപോയതാണ്. ആ സമയം ഞാൻ കറിവേപ്പില പറിക്കാൻ മുറ്റത്തേക്ക് പോയി. അപ്പോൾ അത് വിട്ടുപോയി പറയാൻ. അതും കൂടെ ചെറിയ ഉള്ളിയും കൂടെ കുറച്ചധികം ചേർക്കണം, എന്നാലേ നല്ല രുചിയുണ്ടാവും. ചക്കപ്പുഴുക്കൊക്കെ റെഡിയായി. ഇതിലേക്ക് ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ കുറച്ച് മത്തി മുളകിട്ടിട്ട് വറ്റിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ചിട്ട് കുടംപുളിയൊക്കെ ഇട്ടിട്ട് നല്ലോണം വറ്റിച്ച് വെച്ചതാണ് മുളകിട്ടിട്ട്. ഇതും കൂടെ ഇതിൻ്റെ കൂടെ ആകുമ്പോൾ അടിപൊളി ചക്കപ്പുഴുക്കും മത്തി മുളകിട്ട് വെച്ചതും നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.